എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും ബിഗിനേഴ്സിനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു പെർഫെക്റ്റ് മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള നൂലും വലിപ്പമുള്ള ഹുക്കും എടുക്കാൻ നോക്കുക. നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊക്കെ വരുമ്പം പിന്നെ ഒരിക്കലും നൂല് ഇങ്ങനെ അതിൻ്റെ കവർ മാറ്റിയിട്ട് വലിച്ചെടുക്കാൻ നോക്കരുത്. അത് നമുക്ക് ടൈം കൺസ്യൂം ചെയ്യുന്നൊരു കാര്യമാണ്. അതിൻ്റെ അകത്തുനിന്നൊരു ത്രെഡ് പുറത്തോട്ട് കിടപ്പുണ്ടാവും, അത് വലിച്ചെടുക്കുക. അപ്പം നമുക്കിതിങ്ങനെ കറങ്ങി മറിഞ്ഞും താഴോട്ട് വീണ്ടും ഒന്നും പോകാതെ നമുക്ക് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. ഒരു കുഞ്ഞു ട്രിക്കാണത്. ഈസി ആയിട്ട് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി നമുക്ക് മാജിക് റിങ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ഈ ആണെടുത്ത് ജസ്റ്റ് ഒന്ന് എക്സ് ആകൃതിയിൽ നമ്മുടെ കയ്യിൽ 2 വിരൽ ചേർത്ത് വെച്ച് അതിൻ്റെ എക്സ് ആകൃതിയിൽ ചുറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു 2 വിരലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്യാപ്പ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നീഡിലിടാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടാവും. ഇനി ആദ്യം ചുറ്റിയ ത്രെഡിൻ്റെ അടിയിലൂടെ ഹുക്ക് എടുത്ത് മേളത്തെ ത്രെഡ് വലിച്ചെടുത്ത് ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം നമുക്കൊരു റിങ് പോലെ കിട്ടി. അത് നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ അതായിപ്പോൾ മറ്റേ വർക്കിംഗ് ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം. എക്സ് ആകൃതിയിൽ കയ്യിൽ ചുറ്റിയെടുക്കുക. താഴത്തെ ആദ്യം ചുറ്റിയ ത്രെഡിനടിയിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് മേളത്തെ ത്രെഡിനെ വലിച്ചെടുത്ത് യാൺ ഓവർ ചെയ്തൊരു ചെയിൻ ഇടുക. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ നമ്മുടെ ത്രെഡ് വലിച്ചാൽ ആ സർക്കിൾ ചെറുതായി ടൈറ്റായി വരും. എന്നാൽ ഹുക്ക് എടുത്തിട്ട് വർക്കിംഗ് ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ അഴിഞ്ഞു പോവുകയും ചെയ്യും. ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ അകത്ത് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുകയാണ്. ഒരു 2-3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് നമ്മളത് ക്ലോസ് ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ ലുക്കെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ എത്ര ചെയിൻ ഇട്ട് അതിനെ കണക്ട് ചെയ്താലും നമുക്കൊരു പെർഫെക്ഷൻ കിട്ടത്തില്ല. സോ മാജിക് സർക്കിളിൽ തുടങ്ങേണ്ടത് മാജിക് സർക്കിളിൽ തന്നെ തുടങ്ങണം. അതാണ് പെർഫെക്റ്റ്. ഇപ്പം നമ്മളിതിൽ കുറച്ചധികം ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. അത് ഡബിൾ ക്രോഷയോ സിംഗിൾ ക്രോഷയോ ഏത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് വേണ്ടതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആദ്യത്തെ ത്രെഡ് വലിച്ചതിനെ ടൈറ്റ് ചെയ്യാം. ഇനി നമുക്കതൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ സർക്കിളിനെ വലിച്ച് ക്ലോസ് ചെയ്തു. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു ഹോള് പോലും ഇല്ലാതെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഒരു ഹാഫ് സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലോട്ട് ഈ ലാസ്റ്റ് സ്റ്റിച്ചിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിലൂടെ ഒന്ന് വലിച്ചെടുക്കുന്നു. ഇപ്പം നമുക്കൊരു സർക്കിളായിട്ടത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സർക്കിളിനെ വലുതാക്കുകയാണെങ്കിൽ നമുക്ക് അതിലോരോരോ സ്റ്റിച്ച് പുതിയതായിട്ട് ഇനി പുറത്തെ സ്റ്റിച്ച് കൂടെ കൊടുത്തു പോയാൽ മതി. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു സർക്കിള് സ്റ്റാർട്ട് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലവർ ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമിഗുരുമി പാറ്റേൺ ആണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാജിക് സർക്കിളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ആ ഹുക്ക് എടുത്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഊരിപ്പോരുകയും ചെയ്യും. ഒന്നുകൂടി നമുക്ക് നോക്കാം. എക്സ് ആകൃതിയിൽ ചുറ്റിയെടുക്കുക. ആദ്യത്തെ ത്രെഡിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് രണ്ടാമത്തെ ത്രെഡ് വലിച്ചെടുത്ത് ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ മാജിക് റിങ് അല്ലെങ്കിൽ മാജിക് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ അതിൽ മാജിക് സർക്കിളിൽ ചെയ്തെടുത്ത ഒരു ഹാർട്ടാണിത്. നമ്മൾ ഈ രണ്ട് സൈഡും, ഈ കാണുന്നതും ഇപ്പുറത്തെ സൈഡും എന്ന് പറയുന്നതും രണ്ട് മാജിക് സർക്കിൾ ചെയ്ത് തുടങ്ങി അതിൽ സിംഗിൾ ക്രോഷേ ചെയ്ത് വന്ന് ഒരു 3-4 റൗണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ ജോയിൻ ചെയ്ത് താഴോട്ട് ഫുള്ള് സിംഗിൾ ക്രോഷയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനാ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ മാജിക് റിങ്ങിൽ തന്നെ തുടങ്ങണം. ക്ലിയർ ആകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടറ്റത്തും ഈ പറയുന്നൊരു സർക്കിളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.